അപ്പം അങ്ങനെ എല്ലാവർക്കും ഒരു സങ്കടമായി. എന്താ പറയുക, ഒരു ആഘോഷം ആയിട്ട് തിരിയണമെന്ന് വിചാരിച്ചത്. ഇന്നിപ്പോൾ നമ്മുടെ വീട്ടിൽ പെങ്ങൾ, അതേപോലെ കുഞ്ഞേട്ടൻ്റെ മോനും മക്കളും ഫ്രണ്ട്സും എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പം എന്താ വിശേഷം എന്നുള്ളത് ഞാൻ എടുത്ത് പറയാം. പണ്ടത്തെ കാലത്തെ പല്ലൊക്കെ ചുവന്ന് വരുന്ന മാതിരിയാ ഞങ്ങൾ വരുന്നത്. നമ്മുടെ റോഡ് പണി തുടങ്ങാൻ എന്നോട് തുടങ്ങൂട്ടാ. അതേ നമ്മുടെ പൊക്കിളി വന്നിട്ടുണ്ട് അവിടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പം നമ്മുടെ വീട്ടിലേക്ക് പോവാം. അയ്യോട്ടാ, നമുക്കേ ഉച്ചയിലേക്കുള്ള ഒരു കറിക്ക്. അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു നമ്മുടെ ചേനത്താളും, അത് ചേനത്തണ്ട്, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ നിത്യവഴുതിനിങ്ങും ഉണ്ട്, അതും പൊട്ടിക്കാം നമുക്ക് പോയിട്ട്. നോക്കിയേ, നമ്മുടെ നിത്യവഴുതിനിങ്ങ ഇവിടെ ഇതിൽ കേൾക്കണ്ടോന്ന് അറിയില്ല. നമ്മുടെ ഇതിലെ പെട്ടോട്ടോറിക്ഷയില് വലിയ ചാളാന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചു പോണ സൗണ്ട് കേൾക്കണ്ടോന്ന് അറിയില്ല. എനിക്ക് കേൾക്കുന്നുണ്ടേ. നമ്മുടെ പട്ടാളത്തിന് എൻ്റെ അടുത്തേക്ക് വരാനാണ് ഈ സംസാരം. നമ്മുടെ മൈക്കല് കേൾക്കണ്ടോന്ന് അറിയില്ല കേട്ടാ. മൈക്ക് വെച്ച് കഴിഞ്ഞാലേ പുറത്തുള്ള സൗണ്ടുകള് കേൾക്കൽ കുറവാ. നിത്യവഴുതിനിങ്ങ പിന്നെ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ, നിത്യവഴുതിനിങ്ങ ഉണ്ടായി തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് കറിക്ക് ക്ഷാമം ഉണ്ടാവില്ല. എപ്പോഴും ഇതൊന്ന് പൊട്ടിക്കാൻ കിട്ടും. രാവിലെ ആയ കാരണം കോഴികൾക്ക് ഇത്ര കൂവില്ലേ, നിർത്താണ്ട് കൂവിക്കൊണ്ടേയിരിക്കും. അപ്പൊ നോക്കിയേ, എത്ര നിത്യവഴുതിനിങ്ങ നമ്മൾ പൊട്ടിച്ചു കൂട്ടാ. ഇനി നമ്മുടെ ചേനത്തണ്ട് അരിയാ. ഇത് മതി നമുക്ക് കേട്ടാ. ഇനി ഇത് കൊണ്ടുപോയിട്ട് കറി വയ്ക്കട്ടെ, എന്നിട്ടാ ഇനി ബാക്കിയുള്ള കാര്യങ്ങള്. അപ്പം നമ്മുടെ ചേനത്താള് ഭയങ്കര ടേസ്റ്റാട്ടോ. ചേനത്താള് കറി വയ്ക്കുമ്പോൾ അപ്പോൾ ഇതിൻ്റെ മുകളിലത്തെ ഈ തൊലിയൊക്കെ ചീന്തി കളയണം. അപ്പം നമുക്ക് ആദ്യം മുറിക്കാം, നടു മുറിക്കാം, നല്ല ചീന്തി കളയാൻ എളുപ്പം. അപ്പം നമുക്ക് ഈ ചേനത്താളിൻ്റെ ഈ മുകളിലത്തെ ഇതേപോലെ ഞാരുണ്ട്, അതിങ്ങനെ ചീന്തി കളയണം കേട്ടാ. അതേപോലെ തന്നെ ഈ തണ്ട്, ഇപ്പം ഈ ഇല ഭയങ്കര തളിർത്ത ഇല, അപ്പം അതുകൊണ്ട് തന്നെ ഇലയുടെ കുറേ ഭാഗം നമ്മൾ കളയണ്ട. കണ്ടോ, ഇത്രയും ഭാഗത്ത് ഞാനൊന്നും കളയാനുണ്ടാവില്ല കേട്ടാ. അത് നേരെ മറിച്ച് ഇത്രയും ഈ കാനുള്ള ഭാഗം ഉണ്ടല്ലോ, ഇതിലൊക്കെ ചെറിയ ഞാരുകളുണ്ട്. അതായത് ഇങ്ങനെ തൊലി പോലെ ഇങ്ങനെ ചീന്തി കളയാനുള്ളത്. ഇനി നമുക്ക് നല്ല കാലം കുറച്ച് നുറുക്കിയെടുക്കാം. ഇതേപോലെ നമ്മൾ നുറുക്കാം. നല്ല കനം കുറച്ച് തന്നെ ഇങ്ങനെ നുറുക്കിയെടുക്കാം കേട്ടാ. എല്ലാം നമുക്കിതാ ഇങ്ങനെ കൂട്ടി പിടിച്ചരിക കേട്ടാ. അരിഞ്ഞെടുത്ത നമ്മുടെ ചേമ്പന്താൾ ഇതാ നമ്മൾ നേരെ ഇതാ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കണം. എരിവിനനുസരിച്ച് ഇതാ ഇത്തിരിയുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഞാനൊരു 1/2 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് കേട്ടോ. പിന്നെ ഇതാ കറിവേപ്പില, പിന്നെ ഇതാ കുറച്ച്
കുറച്ച് വെള്ളം ഇട്ട് ഇങ്ങനെ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചേമ്പ് തന്നെ ഉണ്ടല്ലോ അതിൻ്റെ ഒപ്പത്തിന് ആണ് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതാ നമുക്ക് മൂടി വെച്ച് തീ കത്തിച്ച് കൊടുത്തിട്ടുണ്ട്, വേവട്ടെ. നമുക്കിനി തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നോക്കിയേ, നമ്മുടെ ചേനത്തണ്ട് ഇടുമ്പോൾ എന്തോരം ഉണ്ടായിരുന്നു നോക്കിയേ. ഇപ്പോൾ കണ്ടോ ഇത് ഇത്രയായി. അപ്പോൾ ഇത് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചെയ്യണത് കുറച്ച് പരിപ്പിട്ട വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്ക് ഒഴിച്ച് കൊടുക്കും. എന്നിട്ടിതാ കൂടെ തന്നെ നമ്മളിതിലേക്ക് ഇതാ കുറച്ച് പുളിയും കൂടി പിഴിഞ്ഞത് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. കോലിപ്പുളി പിഴിഞ്ഞതിനിട്ട് നമ്മൾ ഒഴിച്ച് കൊടുക്കണേ. കൊറ്റനൊന്നും ഇല്ലാണ്ട് നമ്മൾ ഒഴിച്ച് കൊടുക്കും. ഇനി നന്നായിട്ടൊന്ന് തിളക്കട്ടെ. നമുക്ക് മൂടി വെച്ചിട്ടുണ്ട്, തിളപ്പിക്കാം കേട്ടോ. ഇനി നമുക്ക് നോക്കിയേ തുറന്ന് നോക്കാം കേട്ടോ. അപ്പം നോക്കിയേ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു തുണ്ട് നാളികേരം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ കുറച്ച് നാളികേരം കേട്ടോ, അത് നന്നായിട്ട് അരച്ചതാണ് ഒഴിച്ച് കൊടുക്കണേ. ജാറിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അതും കൂടി ഇതാ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചേനത്തണ്ട് കറി ഇതാ റെഡി ആയിട്ടോ. കൂടുതൽ തിളപ്പിക്കില്ല. നാളികേരം ഒഴിച്ച് കഴിഞ്ഞാൽ ഒന്ന് നന്നായിട്ട് ചൂടായി വരുന്നതോട് കൂടി നമ്മളിത് ഓഫ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാ ഇനി ഇതിലേക്ക് കാച്ചിയാൽ മാത്രം മതി നമുക്ക്. വെളിച്ചെണ്ണയ്ക്ക് വെച്ച് ചൂടായി വന്നപ്പോൾ ഇത്തിരി ഉലുവ, അതേപോലെ തന്നെ കടുക്, മുളക്, വേപ്പിലൊക്കെയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നോക്കിയേ ഭയങ്കര ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ. ഇങ്ങനെ വെക്കുമ്പോൾ കണ്ടോ, കറി കാണുമ്പോൾ തന്നെ വേണ്ട നമുക്ക് വിശപ്പ് തന്നെ വരും. ഉലുവയുടെ ഒക്കെ ഒരു മണം കിട്ടുമ്പോഴേ ഇനി ഇതടച്ച് വയ്ക്കട്ടെ. നമ്മുടെ നിത്യവൈദ്യ തോരനും റെഡി ആയിട്ടാ. അപ്പം ഞാൻ ഈ വട്ടേ നിത്യവൈദ്യ തോരൻ ഉണ്ടാക്കുമ്പോഴേ അതായത് ഒരു തുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിൽ കുറച്ച് ഉള്ളി അരിഞ്ഞിട്ടു, പിന്നെ നമ്മുടെ ആ ഉണ്ടമുളക് നുറുക്കിയിട്ടു, അതേപോലെ തന്നെ നമ്മുടെ നിത്യവൈദ്യം ഇട്ടു, ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടു, ഒരു തുണ്ട് ഇഞ്ചിയും പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തു. അങ്ങനെയാണ് ചെയ്തത് കണ്ടോ. അപ്പോൾ ഇത് തോരനും ഇവിടെ റെഡിയായി. ഇനിയിപ്പോൾ എന്നിട്ടാണെങ്കിൽ ഷായുടെ പറമ്പിലുണ്ട്, അത് നമുക്ക് അങ്ങോട്ട് പോവാം. മൂടിക്കട്ടെ. ഷായട്ടിനെ ഈ മണ്ണ് ഇടുന്നത് എന്നിട്ടെന്നറിയോ, നമ്മൾ ഇവിടുത്തെ ഈ ഒരു ചാല് കണ്ടോ, ഇതേപോലെ പട്ടയും ഒക്കെ കൊണ്ടുവന്നിട്ടിരുന്നു. ഒരു ചാല് ഇതാ ഫുള്ളായിട്ട് മൂടി. പട്ട മാത്രമല്ല കേട്ടോ, ചവറുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ കമ്പോസ്റ്റ് പോലെ ആക്കാനാണ്. എന്ത് വഴിയിൽ കൊണ്ടിട്ടിരുന്നു. ആ ചാലിതാ ഫുള്ള് മൂടി കഴിഞ്ഞു. അപ്പോൾ ഷായിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇതാ കുറച്ച് മണ്ണിട്ട് കൊടുക്കുക. കണ്ട ഇത് അറ്റം വരെ ഉണ്ടായിരുന്നു കേട്ടോ. ഫുള്ള് ഇതാ മണ്ണിട്ട് കൊടുത്തു. പയർ നടാനാ. പയറ് നമ്മൾ ആദ്യം ഇതേപോലെ ഇങ്ങനെ ചവറൊക്കെ ഈ മഴക്കാലത്തിന് മുന്നേയിട്ട് ഞങ്ങളിങ്ങനെ ഒരു ചാല് കോരാറുണ്ട്. അത് വേനൽക്കാലത്തേക്ക് കമ്പോസ്റ്റ് ആവേണ്ട രീതിയിലാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ മണ്ണിട്ടിട്ട് പയർ നടുമ്പോൾ നല്ലതായിട്ട് പയറുണ്ടായി കിട്ടാറുണ്ടല്ലോ ഷായിട്ടാ. നമ്മുടെ പണ്ടത്തെ ഫസ്റ്റത്തെ വീഡിയോയിലാണ് ആ ചാലിൽ പയറ് അത്രയ്ക്ക് അധികം ഉണ്ടായിട്ടുള്ളത്. അതേമാതിരി ഉണ്ടാവും വിചാരിച്ചിട്ടാണ് ആക്കണത്. അപ്പൊ ഷായിട്ട് നോക്കി ശരിക്കും ഇത്രയും ഭാഗം ഇങ്ങനെ മണ്ണിട്ടില്ലേ, നിസ്സാര ഭാഗമല്ല കേട്ടോ ഷായിട്ട് ഇപ്പൊ കളിച്ചത്. ഇവിടെ നിന്ന് തൊട്ട് ഇത് വലിയൊരു ചാലായിരുന്നു, നല്ല കുണ്ടുള്ള ചാല്. അതിലേക്ക് ചവറിട്ടിട്ടാണ് ഇതേപോലെ ഹൈറ്റ് വന്നത്. അതിന്റെ മുകളിൽ നോക്കിയാൽ ഇത്രയും ഭാഗം ഷായിട്ടതാ കളച്ചു. അതായത് പട്ട പോലും കാണില്ല അഞ്ഞ് അതേപോലെ മണ്ണിടുക. കണ്ട ഇവിടെ കണ്ട മണ്ണിട്ടോണേ കണ്ടോ. ഇനി ഇതിൻ്റെ മുകളിലാണ് നമ്മൾ പയർ നട്ടെടുക്കുക. പക്ഷേ അത് നന്നേക്കാളും മുന്നേ നമ്മളിതിൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ച പോലെ നമ്മുടെ എന്താ പറയുക വെണ്ണീർ, പിന്നെ കുമ്മായം ഇതൊക്കെ ഇട്ടതിന് ശേഷമായിട്ട് നമ്മൾ നട്ടെടുക്കുള്ളൂ. ഒരാഴ്ചയിടും മണ്ണ് ഒന്നുകൂടി കൊത്തി ഇളക്കിയിട്ട്. ഇതാ ഒരു ഭാഗം കൂടി എൻ്റെ ഷായട്ടിനെ കളച്ച് വൃത്തിയാക്കാനുണ്ട്. പിന്നെ നമ്മുടെ ഈ പറമ്പ് മാത്രമല്ലല്ലോ, അവിടുത്തെ പറമ്പ് കൂടി ഷായട്ടിനെ നോക്കണമല്ലോ. അപ്പോൾ രണ്ട് സമയമൊക്കെ ആയിട്ട് ഷായട്ടിനെ പറമ്പ് വൃത്തിയാക്കായിട്ട് ഇവിടെ കുറച്ച് നേരം പിന്നെ അവിടെ കുറച്ച് നേരം. ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഒന്ന് മുട്ടിക്കാനുള്ളൂ. ഇവിടെ വരാം. ഈ ഭാഗമൊക്കെ കഴിഞ്ഞു കണ്ട, ഇതൊക്കെ ഇതാ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് ഭാഗമുണ്ട്. അങ്ങനെ അവിടെ ഇവിടെ കുറച്ച് ഭാഗം കൂടി ഉണ്ട് ഷായട്ടിനെ വൃത്തിയാക്കാനായിട്ട്. ഇതിപ്പോൾ ഷായട്ടൻ ഇന്നൊരു ദിവസമായിട്ട് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷായട്ടൻ കാലത്ത് കുറച്ച് നേരം നിന്നിട്ടുണ്ട്. പിന്നെ ഇടയിൽ പണി സ്ഥലത്തേക്ക് പോകും, പിന്നെ ഇടയിൽ ഗ്യാപ്പ് കിട്ടുമ്പോൾ വീണ്ടും വരും. അങ്ങനെയൊക്കെയാണ്.
അപ്പം എനിക്കിന്ന് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മുടെ ഈ പയറിനൊക്കെ വടി കുത്തി കൊടുക്കണം. അപ്പം നമ്മൾ ഇപ്പം ഞാൻ എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് സ്മിത ഓരോ ഘട്ടങ്ങളായിട്ട് കാണിച്ചോളൂ എന്ന്. നമുക്ക് സ്ഥിരം വീഡിയോ കാണുകയാണെങ്കിൽ നമുക്കറിയാം പയർ കുത്തി കൊടുക്കണത് കാണിച്ചു. ലക്ഷമായിട്ട് നമ്മൾ പിന്നെ ശരിക്കും നടണത് കാട്ടി, വളരണത് കാട്ടി, പിന്നെ കവച്ച് തെളിക്കുന്നത് കാട്ടി, ഇനി വടി കുത്തി കൊടുക്കുക. അപ്പോൾ നമ്മൾ വെണ്ണീർ മാത്രം ഇട്ടാൽ മതിയിട്ട് പയറിന് വേറെ ഒന്നും വെണ്ണീർ മാത്രമേ ഉള്ളൂ പയറിന്. വേറെ ഒന്നും. അപ്പോൾ അതൊക്കെ ആക്കി അപ്പം ഇനി നമ്മൾ വടി കുത്തി കൊടുക്കണം കേട്ടോ. അടുത്ത വീഡിയോ ആകുമ്പോഴേക്കും തിരിഞ്ഞ് കിട്ടും, അല്ലെങ്കിൽ വടി കുത്തി കൊടുക്കണം. അപ്പം ഷായിട്ട് ഞാനതൊക്കെ ചെയ്താലോ? അത് ചെയ്തോ. അപ്പോൾ എൻ്റെ അത് കഴിയും ചെയ്യും. ഷായിട്ടിന് കുറച്ചുകൂടി ഭാഗം ഉണ്ടെന്നേ, അവിടേക്കൊക്കെ ചട്ടി വൃത്തിയാക്കാനുണ്ട്. വടി ഒരു 3/4 ഭാഗമായിണ്ട്. നമ്മുടെ പേര വെട്ടിച്ചെടുക്കാം അല്ലേ? ചില്ലകൾ വെട്ടിയിട്ടുണ്ട് ഇവിടെ, അതെടുക്കാം. ഞങ്ങൾ ഏതേ ഭക്ഷണം കഴിക്കായിരുന്നു കേട്ടാ. ഇന്നത്തെ കറി ഷായിട്ട് നല്ല ഇഷ്ടവും. അമ്മ ഒരു ദിവസം ഇങ്ങനെ ചേമ്പന്താള്, അതുപോലെ ചേനത്തണ്ടെന്ന് ചേനത്താളെന്ന്, ഇത് രണ്ടും എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട് കേട്ടോ. ചേമ്പ് താളെന്ന് പറയാന്നറിയാം അല്ലേ? അപ്പൊ നെറ്റിവരി. അപ്പൊ നീ കഴിക്കട്ടെ കേട്ടാ.
നമ്മുടെ അല്ലുമോൾ ഇവിടെ വന്നിട്ടുണ്ട് മീമി തിന്നാനായിട്ടാ. അതേ നമ്മുടെ പേളിക്കുട്ടികളെ നിൽക്കണേക്ക് പേളിക്കുട്ടിക്ക് തരാം കേട്ടാ. എവിടെ നിൽക്കണം അല്ലു? എവിടെയാണ് ഇരിക്കണേ? നല്ലു ഇരിക്ക്. നല്ലു മീമി തിന്നോട്ടാ. പേളിക്കുട്ടിക്ക് എന്തിട്ട് വേണ്ടേ? എന്നാ പേളിക്കുട്ടിക്ക് വടി. മീമിയുടെ മണുണ്ടല്ലേ കൈക്ക്. അതാണ്. നമ്മുടെ പേളിക്കുട്ടിയുടെ കിടപ്പ് നോക്കി അത് കൊണ്ടുപോയിട്ട് അവളുടെ ഒരു മക്കളെ പോലെ ഇല്ലാക്കി ഇടുന്നുള്ള ആ വടി കൊണ്ടുപോയിട്ട്. കണ്ടോ കിടപ്പ് നോക്ക് പേളിക്കുട്ടിയുടെ. എന്നതാ വടി മേടിച്ച് കൊണ്ടുപോയിട്ട്. ഇപ്പം കുട്ടിയെ എൻ്റെ പേളിക്കുട്ടിയെ കളിച്ചിരിക്കും. മക്കളെക്കാളും കഷ്ടമ്മ. എന്നിട്ട് ചെയ്യണേ പേളിക്കുട്ടി? എന്നിട്ട് ചെയ്യണേ? നമ്മുടെ അല്ലോടെ മീൻ തിന്നു തുടങ്ങി. നമുക്ക് അങ്ങോട്ട് പോകാം. മോള് മീമി തിന്നണത് നോക്കിയേ. കാക്കിള വന്നിരിക്കണ നോക്കിയേ. അതിൽ നിന്ന് വല്ലതും കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഒരു മീൻ തിന്ന് കഴിഞ്ഞ വലിയ വേണ്ട. 4 കൊടുത്തതേ 3 കൂടെ ഉള്ളു. ഇതിൻ്റെ മോളിൽ നോക്കി ഒരാളിരിക്കണേ നമ്മുടെ സിമ്പുട്ടൻ്റെ ഇരിപ്പ് വേണ്ട. അവന് ഏറ്റവും ഇഷ്ടം ഇരിക്കാൻ ഇവിടെ ആയിട്ടാ. അതേ വീടിൻ്റെ ഈ മുകളിൽ ഇങ്ങനെ കയറി ഇരിക്കുകയാണ്. സിമ്പുട്ടേ ഡാ സിമ്പുട്ടാ. അങ്ങനെ സിമ്പുട്ട വീടിൻ്റെ മുകളിൽ ഇരുന്ന് എല്ലാ കാഴ്ചയും കാണും. നമ്മുടെ റോഡ് പണി ഇതാ തുടങ്ങാൻ എന്നോട്ട് തുടങ്ങൂട്ടാ. അതേ നമ്മുടെ പൊക്കിളി വന്നിട്ടുണ്ട്. അവിടെ അങ്ങോട്ട് പോയിട്ടുണ്ട്. ആ ലോറിയിലാണ് കേട്ടോ ആ പൊക്രീൻ കൊണ്ടുവന്നത്. ചെറിയ പൊക്രീനാണ്. ഞാനത് ഇറക്കി വയ്ക്കുന്നത് പിടിക്കണമെന്ന് വെച്ചു. പക്ഷേ അതിൻ്റെ ക്യാമറ എടുത്തുമ്പോൾ അത് ഇറക്കി വയ്ക്കൽ കഴിഞ്ഞു. അപ്പോൾ ഇതാ ഇവിടെയാണ് പണി തുടങ്ങി അവർ. ഇപ്പോൾ ചെയ്യണത് ഫസ്റ്റത്തെ പണി ഇപ്പോൾ ഇന്ന് വന്നിട്ട് ചെയ്യണത് റോഡിൻ്റെ അരിവശത്തായിട്ട് കുറേ വൃക്ഷങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ കടകളൊന്നും ഇളക്കി കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആ ഭാഗങ്ങൾ ഇളക്കി കളയലാണ് കേട്ടോ ആ പൊക്രീൻ്റെ ഫസ്റ്റത്തെ പണിയായിട്ട് തുടങ്ങി വെച്ചിട്ടുള്ളത്. ഷായിട്ടപ്പോൾ പറമ്പിലുണ്ട് കേട്ടാ. പക്ഷെ അവളിതാ നേരെ ഓടി പറമ്പിൻ്റെ അറ്റത്തേക്ക്. കണ്ടോ അവൾ അങ്ങേ പോയി. പേളിക്കുട്ടി നോക്ക്. നമ്മുടെ ഇവിടെ കൊള്ളി വെച്ച സ്ഥലമുണ്ട്. ഇതിൻ്റെ ഇടയിലൊക്കെ പോയി ഇങ്ങനെ തെരഞ്ഞുകൊണ്ടേ ഇരിക്കും അവള്. പുല്ല് നമ്മളെന്തോരം ചെത്തണത്. ഒരു ഭാഗത്ത് നിന്ന് ചെത്തി വരുമ്പോഴേക്ക് വീണ്ടും ഇങ്ങനെ ആവാന്നേ. ഷായിട്ടിന് ചെത്താണ് നേരമുള്ളോ? പോട് ഇപ്പോൾ ഷായിട്ടിൻ്റെ അടുത്തേക്കാട്ടെ പോക്ക്. അപ്പം ഞാനും ഇതാ പേളിക്കുട്ടി നമ്മുടെ ഈ പറമ്പിലെത്തി. പേളിക്കുട്ടിനെ ഞാൻ കാട്ടിയൊന്നുമില്ല. അവളുടേതായ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പോണത്. അപ്പോൾ ഷായിട്ട് അവിടെ പണിയുന്നുണ്ട്. നമുക്കപ്പോൾ ഷായിട്ടിൻ്റെ അടുത്തേക്ക് പോകട്ടാ. നമ്മുടെ ഇത് പീച്ചിങ്ങ പന്തല ഇതിനൊക്കെ ആയിട്ട് ഒരു മുളയ്ക്കും കുഴിച്ചിട്ടായിരുന്നു പണ്ട് ഷായിട്ട്. ഷായിട്ട് നമ്മുടെ അവിടുത്തെ പറമ്പിലത്തെ ആ പുല്ലിച്ചത്തിൽ കഴിഞ്ഞ വൈകി ഷായിട്ട് ഭക്ഷണം കഴിച്ച് നേരെ ഇങ്ങോട്ട് പോന്നു കേട്ടാ. നമ്മുടെ ഒരു മിനിറ്റ് വൈകുമ്പോഴേക്കും പുല്ല് നിറയാ. എന്തിനു വേഗം പുല്ല് നിറയണേ. കഴിഞ്ഞത് എന്താ പറയാ ചാവറ് കിടക്കണ പോലെ ആയിരുന്നല്ലോ ഷേട്ടാ. അപ്പളേക്ക് അതിന്റെ മുകളിൽ കൂടെ പുല്ല് വന്നു. ഷായിട്ട മറ്റേ മോളെ കുഴിച്ചിട്ടുണ്ട്. ഷായിട്ടാ കുഴിച്ചിട്ടില്ലല്ലോ. അത് കുഴിച്ചിട്ടിട്ട് നമുക്ക് അത്യാവശ്യം കുറച്ച് പച്ചക്കറി ഉണ്ട് പൊട്ടിക്കാൻ. അത് പൊട്ടിക്കാം. നമ്മളാ രണ്ടാക്കലാക്കിയ ഞാനേ വല അഴിക്കാന്ന് വിചാരിച്ചാ പിന്നെ വേണ്ടാന്ന് വെച്ചു. നമ്മളേ ഇത് നമ്മുടെ കയ്പിയും പടവലൊക്കെ പടർന്ന പന്തലായിരുന്നു കേട്ടാ. അപ്പോൾ ഷായിട്ടൻ പറഞ്ഞേ നമുക്കിതെങ്ങനെ തന്നെ അവിടെ കൊണ്ടുപോയിക്കാണ്. പോവല്ലേ അപ്പം അങ്ങോട്ട് നമ്മള് ഷായിട്ട് ആ വള്ളി അങ്ങോട്ട് കെട്ടി വെക്കും. ഇതേ പോവാ. നമ്മുടെ ഒരു കൂർക്കത്തല ഒരു സ്റ്റെപ്പ് കൂടി നടാറുണ്ടല്ലേ ഷായിട്ടാ. അതൊന്നുമില്ല എൻ്റെ ബാക്കി വലുതായിണ്ട്. പണ്ടത്തെ കാലത്തെ പല്ലൊക്കെ ചുവന്ന് വരുന്ന മാതിരിയാ ഞങ്ങൾ വരുന്നത്.
ഇതിലാണ്ട് കിടക്കാം അല്ലേ ചേട്ടാ? അതിലാ കിടന്നോ. എവിടെയായിട്ട് വെക്കണ്ടേ? ഈ ഒരു സൈഡ് ആ അല്ലേ? കൊള്ളി അതെ, അത് ഇങ്ങോട്ട് വരെ കണ്ട ഇതിന്റെ വല ഇങ്ങടാ. അതെ, ഇപ്പുറത്തെ സൈഡിലേക്ക് വെച്ചു. ആഹാ നല്ല ഭംഗിൻ്റെ അവിടെ ചേട്ടാ. ഇവിടെ മതിയോ? അമ്മ അടിയിൽ വെള്ളം ഉണ്ട് തോന്നുന്നുണ്ട്. തെറിക്കിണ്ട്. ആ നമ്മുടെ ഭൂമിയുടെ അടിയിലായിരുന്നു ഇപ്പൊ വെള്ളം നിൽക്കണ്ടാവില്ല ഇപ്പൊ മഴയായി കാരണം. ഒരു കല്ലിട്ടിട്ട് ഉറപ്പിച്ച ആള് ഉഷാറായി. നമുക്ക് ഈ മുള ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഊരി വെക്കേണ്ട കാരണേ ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒന്ന് ഉറപ്പിക്കുള്ളൂ കേട്ടാ. ചെറുതാദ്യം ഭാരമുള്ളതല്ല വരുന്നത്. ഇതാണോ? ഇത് കെട്ട് നമ്മൾ അയച്ചാൽ മതി. എന്നിട്ട് ഇങ്ങാക്കാല. ആ നമ്മൾ അവിടെ നിന്ന് കെട്ടിയില്ലേ, ആ കെട്ടാ അത് അയച്ചാ. ഇത് നമുക്ക് സൂത്രം ചെയ്യാം. എന്തൊരു വേഗം പന്തലയ്യേ നോക്കിയേ. അത് മെയ്യും കേട്ടാ, ഇത് ഈ പേരാമരിക്കും കേട്ടാ, അത് ഈ ആ കമ്പി മിരിക്കട്ടാ ഇങ്ങടല്ലേ. ഇവിടെ ആരും കെട്ടിയിട്ട് മതിയാ. അതല്ലേ ആദ്യം കേട്ടാ. അത് അതായത് കേട്ടാ, ഇതൊക്കെ അതാത് മിലിക്കട്ടാ തലക്കിരിക്കി. അപ്പൊ വലിഞ്ഞു നിൽക്കില്ല. വെയിലേ ഭയങ്കര ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചൂട്. ഇറക്കം നമ്മള് പെട്ടെന്ന് ഇപ്പൊ സൂപ്പറായില്ലേ. എത്ര വേഗം പന്തൽ പണി കഴിഞ്ഞ് പെട്ടെന്ന് കഴിഞ്ഞു. ഇതൊരു നല്ല സൂത്രായിട്ട് തോന്നിട്ടാ. അത് 4 കാല് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കൊണ്ടുവന്ന് വെക്കുക, അവിടെ ഒന്ന് ഫിറ്റിയാ വേണ്ടോ. ഇനി ഞാൻ പച്ചക്കറി പൊട്ടിച്ചല്ലോ. ഇപ്പോഴും വെയിൽ ഭംഗി, പക്ഷെ നല്ല ചൂടുണ്ടായിരുന്നു വെയിലിന്. പക്ഷെ ആയിട്ട് വന്നിട്ട് പുലി ചത്ത നോക്കണ്ടാ. ഞാനിവിടെ കുറച്ച് ഭാഗം കൂടി കുറച്ച് നേരം എന്നും പുല്ല് ചത്ത ആളുണ്ട് ഷേട്ടിന്. എന്നും പുല്ല് ചത്തുക, തടെടുക്കുക, ദിവസം ഉണ്ട് കേട്ടാ. ഷേട്ട് ഇതിൻ്റെ ഒരു വള്ളി ഇതിങ്ങോട്ട് കെറ്റിച്ചാൽ നമുക്ക് ആള് നിലത്ത് മുട്ടിയത് നോക്കിയേ കണ്ടാ. ഇതാണ് മിരിക്കാക്കുന്നത്. മതി. അപ്പം ഞങ്ങളുടെ പന്തൽ പണി സൂപ്പറായി. നമ്മുടെ എന്താ പറയുക, പീച്ചിങ്ങയുടെ പാടത്തല്ലേ, അതേ പീച്ചിങ്ങ പിന്നെ പൊട്ടിക്കാൻ പോവാം. കവറിടാനായിട്ട് എന്താ പറയുക, ഒത്തിരിയെങ്കിലും വലുതാവട്ടെ എന്ന് വിചാരിച്ച് നിന്നു. അപ്പളേക്കും വന്ന് കുത്തി 2-3 എണ്ണം പോയി. പൊട്ടിച്ചാലോ ഞാൻ പുറമെടുക്കട്ടെ. അപ്പം നോക്കിയാൽ നമ്മുടെ പീച്ചിങ്ങ കവറ് ചെറുതായി പോയി. പീച്ചിങ്ങ വലുതായി വന്നപ്പോൾ നമ്മൾ പിന്നെ വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഒരു ഓട്ട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനുള്ളിൽ കൂടെ ആളുകൾ പുറത്തേക്ക് പോകുന്നു. അത് കാരണം ഇതിൻ്റെ തുമ്പൊരു പൊട്ടിപ്പോയി, ഒരു തുണ്ട്. 2 പീച്ചിങ്ങനെ ഇട്ട് നമുക്ക് പൊട്ടിക്കേ. ഇവിടെ ഉണ്ട് ഒരാൾ. നല്ല പാക ഈ ഒരു സമയം. നമുക്ക് പൊട്ടിച്ചെടുക്കാം. കണ്ടോ? ഇനി നമ്മുടെ കൈപ്പയ്ക്ക പൊട്ടിക്കാൻ പോവാം. അപ്പം നോക്കിയാൽ നമ്മുടെ ഈ കയ്പ്പയ്ക്ക ചെറുതായിട്ട് കളർ കയറി കേടല്ല കേട്ടോ. പൊട്ടിക്കാൻ വൈകേണ്ട. അപ്പോൾ ഒരു 4-5 എണ്ണം നമുക്ക് പൊട്ടിക്കാനുണ്ട്. അപ്പോൾ കവർ ആദ്യം വരാം നമുക്ക്. അപ്പം നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ കേട്ടാ രജിത പ്രവീൺ കുമാർ കമന്റ് ഇട്ടുണ്ടായിരുന്നു. ചേച്ചി അനിയത്തിയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. അതാണ് ഞാൻ പേര് മുഴുവനായിട്ട് പറഞ്ഞു നോക്കണേ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ഈ കയ്പ്പയ്ക്ക് നമ്മൾ സ്റ്റാപ്ലർ ഇട്ടപ്പോഴേ കമൻറ്റിൽ ഇട്ടപ്പോഴാണ് ഞങ്ങൾക്ക് അത് ഓടിയത്. കാരണം നമ്മൾ സ്റ്റാപ്ലർ ഇടുമ്പോൾ ഈ സ്റ്റാപ്ലർ ചിലപ്പോൾ താഴെ
ശരിയാണ്, നമ്മൾ ഈ കയ്പ്പിക്ക് വേണ്ടിയിട്ട് നമ്മൾ അന്ന് പൊട്ടിച്ചെടുക്കുമ്പോൾ ചിലപ്പോൾ സ്റ്റാപ്ലറിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കില്ല, അത് താഴേക്ക് എടുക്കും. അപ്പോൾ ചേച്ചി കമൻറ്റ് ഇട്ടു ഇതിങ്ങനെ താഴേക്ക് എടുക്കും പെട്ടെന്ന് അങ്ങ് കാലുമ്പോൾ കയറുന്നു. ആ കമൻറ്റ് വന്നപ്പോഴാണ് നമുക്ക് ഓടിയത്, ആ ശരി നമ്മൾ ചെയ്യുന്ന ഒരു വിഡിത്തരം എത്രയും ഇതാണോ എന്നുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ ചേച്ചി അതൊരു തെറ്റ് തിരുത്തി തന്നു. റബ്ബർ സൈഡ് ഇട്ടാൽ മതി എന്നോടൊരു ഐഡിയയും പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ നോക്കിയേ, ഇന്ന് അവിടെ കുക്കവർ പൊട്ടിക്കാട്ടാ. അപ്പൊ നോക്കി നമ്മുടെ കുക്കമ്പർ നന്നായിട്ടുണ്ടായിട്ടെ കുക്കമ്പർ. അപ്പൊ നമ്മളെ കവർ എല്ലാത്തിനും കവർ ഇട്ട് നിർത്തുക, കവർ ഇടാത്തതൊക്കെ കുത്തി പോവാ. അപ്പൊ കുത്തി പോകുമ്പോഴേ അത് ചെറുതാവുക, പിന്നെ ആ കുത്തിയ ഭാഗം കട്ട് ചെയ്ത് കളയുമ്പോൾ ബാക്കിയുള്ളത് നമുക്ക് കഴിക്കാനും പറ്റുന്നുണ്ട് കേട്ടാ. അപ്പൊ നമുക്ക് പൊട്ടിക്കണതോ കവറിൽ നിന്ന് ഊരി നിർത്താം. ഇതൊരെണ്ണം പൊട്ടിക്കാം. പിന്നെ അതേപോലെ നോക്കി ഇവിടെ ഒരു വലുത് കടയ്ക്ക് തന്നെ ഉണ്ടാവുമല്ലോ. ഇപ്പൊ തന്നെ പൊട്ടിക്കട്ടെ, നിലത്ത് വയ്ക്കണ്ട. നോക്കിയേ, നല്ല നീളണ്ടേ. ഒരെണ്ണം ഷായറിന് ഇപ്പൊ തന്നെ തിന്നാൻ കൊടുക്കാം. കവറിലേ ചില കവർ പെട്ടെന്ന് നമ്മൾ ഓട്ടോ കുത്താൻ വിട്ടുപോയി, അപ്പൊ അതിൽ വെള്ളം നിൽക്കുക. അപ്പൊ കുറച്ച് ഇടാനുണ്ട് കവർ. അപ്പൊ ഈ 3 ഇടാളവർക്ക് ഇട്ടേട്ടാ. കണ്ടോ ഇങ്ങനെ ഇക്കലൊക്കെ കണ്ടോ ഉണ്ടാവണത്. ഇവർക്ക് കവറിട്ട് പോയില്ലെങ്കിലേ ഇതൊക്കെ കുത്തിപ്പോവും. അപ്പൊ ഞാന് പറഞ്ഞല്ലോ സ്റ്റാപ്ലറിന് പകരം നമുക്ക് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കണം എന്ന് ചേച്ചി പറഞ്ഞ കാര്യം. പക്ഷെ ഞാൻ റബ്ബർ ബാൻഡ് എടുക്കാൻ വിട്ടുപോയി. അപ്പൊ നമ്മുടെ പണ്ടത്തെ ഇത് വാഴവല്ല കൊണ്ട് കെട്ടാന്ന് വെച്ചു. മഴ തൂണ ചേട്ടാ, മഴ തൂണി തുടങ്ങിയല്ലോ. ഞാൻ വണ്ടിയുമ്പോ വന്നിട്ടുണ്ട്. ചേട്ടേ ഒരു കുക്കമ്പർ പകുതി എടുത്തോ. സൂപ്പർ സാധനം കേട്ടാ. മഴ പെയ്തു തുടങ്ങി. നമ്മളെന്തെങ്കിലും പണി എടുത്തിട്ടില്ലേ തിന്നാൻ കിട്ടുമ്പോളേ ഭയങ്കര ടേസ്റ്റ്. അല്ലെങ്കിൽ നല്ല ടേസ്റ്റ് ആട്ടാ. ദാഹം ഉണ്ടാകുമ്പോ പ്രത്യേകിച്ച്. പോവാ നമുക്ക്. അപ്പൊ ഇനി മഴ വീട്ടിൽ പോവാ. മഴ പെയ്തു. നമ്മളെ വീട്ടിലെത്തിയപ്പോഴേക്കും മഴ പോയിട്ടാ. അപ്പൊ പിന്നെ ഞാൻ മുറ്റടിക്കാന്ന് വിചാരിച്ചു. ഇനി നമുക്കുണ്ടല്ലോ ഹായ് പറയാനും ബർത്ത്ഡേ വിഷ് ചെയ്യാനും ഉണ്ട് കേട്ടാ. ഭാഗ്യലക്ഷ്മി ചേച്ചിയുടെ പേരക്കുട്ടി ജതിൻ നിതീഷിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ജൂലൈ 18.
അപ്പോൾ ജൂലൈ 18 ബർത്ത്ഡേ ആഘോഷിച്ച ജതിൻ കുട്ടന് ആൻറ്റിയുടെ ഹാപ്പി ബർത്ത്ഡേ. വാസന്തി KN, ഹായ് വാസന്തേച്ചി. ശോഭ, ഹായ് ശോഭേച്ചി. ഹേമലത, ഹായ് ഹേമലത. ബീന K, ഹായ് ബീന. ഇന്നവിടെ ബാക്കിയുള്ള വിശേഷങ്ങളിലേക്ക് പോവാട്ടാ, വായോട്ടാ. പിന്നെ നമ്മുടെ യൂണിക് ഫാമിലി 2.0 ഒരു പാചകം വെക്കാൻ നിന്നു. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റും ചമ്മന്തിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ദോശയാണ്, നല്ല ടേസ്റ്റുള്ളൊരു ദോശയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഈസ്റ്റോ അല്ലെങ്കിൽ സോഡാപ്പൊടിയോ ഉഴുന്നൊന്നും വേണ്ടാട്ട് ഈ ദോശ ഉണ്ടാക്കാൻ. നൈസ് ദോശ കാരണേ കണ്ടോ, ഇടുമ്പോഴേക്കും പോവും ചെയ്യും, വായിന്ന് പോവും. പിന്നെ നമ്മുടെ ഈ ദോശ ഉണ്ടാക്കിയത് കാണാനായിട്ട് യൂണിക് ഫാമിലി 2.0 പോകണട്ടാ. അത്ര രസമായിട്ടുള്ള ഇതാണ് ദോശ. ഒരു വൈകിട്ട് ഒരു 4:30 ആയപ്പോഴേക്ക് ഇതാ പടിയുടെ അവിടേക്ക് വന്നോട്ടെ. അപ്പോൾ നമ്മുടെ ഗേറ്റിൻ്റെ ഭാഗത്തെ മണ്ണൊക്കെ ഇതാ നീക്കി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഇവിടെ എല്ലാവരും ഫൈനൽ കാണാനുള്ള ഇതിൽ കുട്ടികളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ നോക്കി ഒരു താരം ഉണ്ട് കേട്ടാ. ദേ ഇവിടെ പെങ്ങള് ഷായിട്ട് എന്താ നമ്മുടെ കൺമണി കുട്ടി എന്തായിട്ടിരിക്കണെന്ന് നോക്കിയേ. കൺമണി കുട്ടി ഫസ്റ്റ് അർജന്റീന അല്ലായിരുന്നു, ആരായിരുന്നു? ഉറക്കറേ ഉറക്കറേ 3 പേരുണ്ടായിരുന്നു. ഓരോരുത്തർ പുറത്തായപ്പോ ഇപ്പൊ അർജന്റീന പിടിച്ചിരിക്കാട്ടാ കൺമണി കുട്ടി. അപ്പൊ നിന്നിട്ടാണ് ഇവിടെ ഇരിക്കുന്ന ആള് കണ്ട. നമ്മുടെ കുട്ടികളെല്ലാവരും ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ഇത് നമ്മുടെ കണ്ണനും മാവണിയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അത് പെങ്ങള്, പിന്നെ നമ്മുടെ കണ്ണാടി, അത് കൺമണിക്കുട്ടിയുടെ അമ്മ, പിന്നെ കൺമണിക്കുട്ടി, പിന്നെ മോൻ്റെ ഫ്രണ്ട്സുകളുണ്ട്, പിന്നെ കുഞ്ഞായിട്ടിൻ്റെ മോൻ, പിന്നെ മഹേഷ്. കളി ഏതാണ്ട് പകുതി ആയപ്പോൾ തന്നെ എന്താ പറയുക, പ്രതീക്ഷ കൈവിട്ടിട്ടില്ല ആരും. എല്ലാവരും അർജന്റീന തന്നെ ജയിക്കണം എന്നുള്ള ആ ഒരു ഇതിലാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കൺമണിക്കുട്ടിയൊക്കെ ഇതാ ഉറക്കത്തിലായിട്ടുണ്ട്. ഫൈനലിൽ അർജന്റീനയ്ക്കായിരുന്നു കേട്ടോ കൂടുതലും ഫാൻസ് നമ്മുടെ ഇവിടെ. പക്ഷേ കളി തോറ്റോടുകൂടി പെട്ടെന്ന് നമ്മുടെ ഹാൾ ഒഴിഞ്ഞു. ക്യാമറയുടെ മുന്നിൽ വന്ന് കുറച്ച് ആഘോഷങ്ങളൊക്കെ നടത്താമെന്നൊക്കെ എന്നോട് മുന്നേ പ്ലാൻ ചെയ്തിട്ടായിരുന്നു. പക്ഷെ അതൊന്നും ഉണ്ടായില്ല. പിന്നെ കൺമണിക്കുട്ടിയുടെ കാര്യം അറിയാമല്ലോ, അവള് ഏതാണ്ട് ഇടയിൽ വെച്ചിട്ട് തന്നെ അവൾ ഉറക്കം തുടങ്ങി. അപ്പം അങ്ങനെ എല്ലാവർക്കും ഒരു സങ്കടമായി. എന്താ പറയുക, ഒരു ആഘോഷം ആയിട്ട് പിരിയണമെന്ന് വിചാരിച്ചത് അവർക്കത് സങ്കടമായിട്ട് പിരിയേണ്ടതായിട്ട് വന്നു. അപ്പോൾ നമ്മുടെ വിശേഷങ്ങളൊക്കെ അപ്പോൾ എത്രയൊക്കെ കഴിഞ്ഞുള്ളൂ. അപ്പം ഞാൻ അടുത്ത ദിവസം അടുത്ത വീട്ടിൽ വീണ്ടും കാണാം.